ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പല്ലിയെ പറ്റിയാണ്. കോമേറ്റയിലെ ഗെക്കോണിഡേ എന്ന കുടുംബത്തിലെ ഒരു ഇനമാണ് സാധാരണ കാണപ്പെടുന്ന പല്ലി അഥവാ ഗൗളി. ഇവയുടെ ശാസ്ത്രനാമം ഹെമിഡാക്ടിലസ് ഫ്രെനേറ്റസ് എന്നാണ്. ഓന്ത്, അരണ തുടങ്ങിയവ ഈ നിരയിൽ ഉൾപ്പെടുന്നു. ഈ വിഭാഗത്തിലെ ഏറ്റവും വലുപ്പമേറിയവയാണ് ഉടുമ്പുകൾ. ദക്ഷിണപൂർവ ഏഷ്യയാണ് ഇവയുടെ സ്വദേശം. കപ്പലിലൂടെ ലോകം മുഴുവൻ പടർന്നിട്ടുള്ളതാണ് ഇവ. ചുമരുകളിലെ വിള്ളലുകളിലും ഇരുളടഞ്ഞ ഇടങ്ങളിലും പകൽ സമയം ഒളിച്ചിരുന്ന് സന്ധ്യയാകുന്നതോടെ ഇര തേടാൻ ഇറങ്ങുന്നു. ഇവയാണ് മനുഷ്യരോട് ഏറ്റവും അടുത്ത് കഴിയുന്ന ഉരകവർഗ്ഗം. ഇവ കൂടാതെ മരങ്ങളിലും പാറക്കെട്ടുകളിലും ജീവിക്കുന്നതുമുണ്ട്. നീളമുള്ള വായുകൾ സ്വയം മുറിച്ച് ആണ് പല്ലികൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. 7.5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളമുണ്ടായിരിക്കും. ഇവ നിരുപദ്രവകാരികളാണ്. ഇവയ്ക്ക് വിഷമില്ല. പല്ലിയുടെ നെറ്റി അകത്തേക്ക് കഴിയുന്നതും ചെവിയുടെ ദൂരം ചെറുതും വട്ടത്തിലുള്ളതും ആയിരിക്കും. കണ്ണിനും ചെവിക്കുമിടയിലുള്ള ദൂരത്തേക്കാൾ കൂടുതലായിരിക്കും കൂർത്ത വായ്ഭാഗത്തിന് നീളം. ഇത് കൺകുഴിയുടെ 1.3 മുതൽ 1.5 വരെ മടങ്ങാണ്. വിരലുകൾ സാമാന്യം വിടർന്നതും സ്വതന്ത്രവുമാണ്. അകത്തെ വിരലിൽ അനക്കാനാവാത്ത ഒരു നഖമുണ്ട്. വിരലുകൾക്കിടയിൽ ലാമെല്ലകൾ എന്ന ഭാഗങ്ങളുണ്ട്. അകത്തെ വിരലുകൾക്കിടയിൽ 4-5 ലാമെല്ലകളും നാലാമത്തെ കൈവിരലിനടിയിൽ 7-8 ലാമെല്ലകളും നാലാമത്തെ കാൽവിരലിനടിയിൽ 9-10 എണ്ണവുമാണ് കാണപ്പെടുന്നത്. ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ തരികൾ മാതിരി കാണപ്പെടുന്നു. മൂക്കിലാണ് ഏറ്റവും വലിയ തരികൾ കാണപ്പെടുന്നത്. ഉടലിൻ്റെ പിന്നിലായി ഈ തരികൾക്കൊപ്പം ട്യൂബറുകൾക്കിടയിലും കാണപ്പെടാറുണ്ട്. ഇവ ചിലപ്പോൾ ഇല്ലാതെയും ഇരിക്കാം. വാൽ ഉരുണ്ടതും വളരെ ചെറിയ ശൽക്കങ്ങളാൽ മൂടപ്പെട്ടതുമാണ്. പല്ലികളിലെ പല ഇനങ്ങളും വാലൂർജ്ജം ശേഖരിച്ചു വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രദേശത്തിൽ തനിക്കുള്ള അധികാരം മറ്റ് ഗൗളികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ആൺപല്ലികൾ വാലുയർത്തി വിറപ്പിച്ച് മറ്റുള്ള ആൺഗൗളികളെ അകറ്റും. അറ്റുപോയാലും വാൽ പഴയ നിലയിലേക്ക് വളർന്നെത്തും. ഇവയുടെ നിറം ചാരനിറം മുതൽ പിങ്ക് വരെ കാണാറുണ്ട്. ശരീരമാസകലം ഒരേ നിറമുള്ളവയും നിറങ്ങൾ ഇടകലർന്ന് കാണുകയും ചെയ്യുന്നവയുമുണ്ട്. തലയിൽ ബ്രൗൺ നിറം കലർന്ന് കാണാറുണ്ട്. തലയുടെ വശത്തു നിന്ന് ഒരു ബ്രൗൺ വര കണ്ണിലൂടെ ചിലപ്പോൾ ശരീരത്തിൻ്റെ വശത്തേക്ക് നീണ്ടു കാണാൻ കഴിയും. ശരീരത്തിൻ്റെ കീഴ്വശം വെളുത്താണ് കാണാറ്. പല്ലിയുമായി ചില വിശ്വാസങ്ങൾ പറയാറുണ്ട്. കേരളത്തിൽ ഗൗളിശാസ്ത്രം എന്നറിയപ്പെടുന്നു. പല്ലിയുടെ ചിലക്കിനും വീഴ്ചയും മറ്റും അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ വ്യാപാരങ്ങളുടെ പരിസമാപ്തിയെപ്പറ്റി ശുഭസൂചനയോ ദുസ്സൂചനയോ നൽകുന്നു എന്ന വിശ്വാസമാണ് ഇതിനാധാരം. ദക്ഷിണപൂർവേഷ്യയിൽ പല്ലികൾ ഭാഗ്യം കൊണ്ടുവരുന്നവരായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പല്ലി ചിലക്കുന്ന ശബ്ദം കേൾക്കുന്നത് നിർഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വാസമുണ്ട്. മറ്റ് ചില ഭാഗങ്ങളിൽ പല്ലി ചിലക്കുന്നതിന് മുൻപ് സംസാരിച്ചു കൊണ്ടിരുന്നയാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സത്യമാണ് എന്ന സൂചനയാണ് ചിലക്കലിനെ കണക്കാക്കുന്നത്. ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ വീടിൻ്റെ കിഴക്കേ ഭിത്തിയിൽ ഇരുന്ന് പല്ലി ചലിച്ചാൽ അത് ശുഭസൂചനയായും മറ്റ് ഭിത്തികളിൽ നിന്ന് ചലിച്ചാൽ അശുഭസൂചനയായും കണക്കാക്കപ്പെടുന്നു. വലത് തോളിൽ പല്ലി വീണാൽ നല്ലതാണെന്നും ഇടത് തോളിലാണെങ്കിൽ ചീത്തയാണെന്നും വിശ്വാസമുണ്ട്. പഞ്ചാബിൽ ഗൗളിയെ സ്പർശിക്കുന്നത് കുഷ്ഠരോഗം വരാൻ കാരണമാകും എന്ന് വിശ്വാസമുണ്ട്. യമനിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ഉറങ്ങിക്കിടക്കുന്നയാളുടെ മുഖത്തിന് കുറുകെ പല്ലി ഓടുന്നത് കൊണ്ടാണ് ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിശ്വാസമുണ്ട്. മിക്ക പല്ലികളും മാംസഭോജികളാണ്. ചില ചെറുപല്ലികൾ സസ്യഭക്ഷണവും കീടഭക്ഷണവും രണ്ടും ചെയ്യുന്ന ഒമനിവോസ് ആണ്. അവയുടെ ഇനം, വലിപ്പം, ആവാസസ്ഥലം എന്നിവയെ ആശ്രയിച്ചാണ് ഭക്ഷണ വ്യത്യാസപ്പെടുന്നത്. വീടുകളിൽ കാണുന്ന പല്ലികൾ കൂടുതലായും കീടങ്ങളെയാണ് ഭക്ഷിക്കുന്നത്. ചില വലിയ പല്ലികൾ ചെറുപാമ്പുകൾ, തവളകൾ, ചെറിയ എലികൾ മുതലായവയും തിന്നും. ഇഗ്വാന ഇനം പോലെയുള്ള പല്ലികൾ ഇലകൾ, ഫലങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ തിന്നുന്നു. ചില പല്ലികൾ പക്ഷിമുട്ടകളും മറ്റ് പാമ്പുകളുടെ മുട്ടകളും തിന്നാറുണ്ട്. പല്ലിയുടെ വേഗത്തിലുള്ള നാവ് പുറത്തേക്ക് ഇട്ട് ഇരയെ ഒട്ടിച്ച് വലിച്ചെടുക്കുന്നു. ചില വലിയ ഇനങ്ങൾ ഇരയെ നേരിട്ട് പല്ലികൾ കൊണ്ട് പിടിച്ചുകൊണ്ട് തിന്നുന്നു. പല്ലികൾ വീടുകളിലെ കൊതുക്, ചൂളി, ഈച്ച തുടങ്ങിയ കീടങ്ങളെ തിന്നുന്നതിനാൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ഗുണകരമാണ്. പല്ലികൾ അധികവും
ലിംഗജനനം വഴി പ്രജനനം നടത്തുന്നു. മുട്ടയിടുന്നവയാണ് അധികവും. ചില ഇനങ്ങൾ മാത്രം ജീവക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. പ്രജനനകാലത്ത് ആൺപല്ലികൾ പെൺപല്ലികളെ ആകർഷിക്കാൻ നിറമാറ്റം, ശബ്ദം അല്ലെങ്കിൽ ചലനങ്ങൾ ഉപയോഗിക്കുന്നു. ആൺപല്ലി തൻ്റെ വായിലോ ശരീരത്തിലോ പിടിച്ച് പെൺപല്ലിയുമായി ചേർന്ന് മേറ്റിംഗ് നടത്തുന്നു. മേറ്റിംഗ് കഴിഞ്ഞ് പെൺപല്ലിയുടെ ശരീരത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. പെൺപല്ലി സാധാരണയായി 2 മുതൽ 20 വരെ മുട്ടകളിടും. മുട്ടകൾ മണ്ണിൽ, കല്ലിൻ കീഴിൽ, ചെടികളുടെ വേരിനടിയിൽ, വീടുകളുടെ ചുവരുകളിലെ പൊള്ളയിടങ്ങളിൽ വയ്ക്കുന്നു. ഇവയ്ക്ക് മുകളിൽ മൃദുവായ വെള്ള നിറമുള്ള തോലുണ്ടായിരിക്കും. ചില ആഴ്ചകൾ കഴിഞ്ഞ് മുട്ട പൊട്ടുകയും ചെറുപല്ലുകൾ പുറത്തു വരികയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ ജനനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വതന്ത്രമായി ജീവിക്കുന്നു. അമ്മ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാറില്ല. സാധാരണയായി വേനൽക്കാലത്തും മഴക്കാലത്തും പല്ലികൾ പ്രജനനത്തിൽ സജീവമാണ്. താപനിലയും ഈർപ്പവും കൂടുതലായ കാലമാണ് മുട്ടയിടാൻ ഏറ്റവും അനുയോജ്യം. ചെറുപല്ലികൾ, അതായത് വീട്ടുപല്ലി, 2 മുതൽ 5 വർഷം വരെ ആണ് ഇവരുടെ ആയുസ്. തോട്ടുപല്ലികൾ 5 മുതൽ 8 വർഷം വരെയും, വലിയ, അതായത് ഒടുമ്പിനെ പോലെ ഉള്ളവർ 10-15 വർഷം വരെയും ആയുസ് ഉള്ളതായി കാണാൻ കഴിയുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ